അടുത്തിടെ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് മൂവി. എന്നടാ പണ്ടി വെച്ചിരിക്കെ, എന്താ മൂവി, എന്താ തിയേറ്റർ എക്സ്പീരിയൻസ് എന്നറിയോ? അത്രയ്ക്കൊരു പടം, ഒരു എക്സ്പെക്ടേഷൻസും ഇല്ലാതെ, ഒരു ട്രെയിലർ പോലും കാണാതെ ഞാൻ പോയി കണ്ടൊരു പടമാണ്. മെയിൻലി കരാട്ടയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടുമായിരിക്കും കേട്ടോ. അല്ലാത്തവർക്കും ഇഷ്ടപ്പെടും, ബിക്കോസ് ഞാനൊരു ഫീൽ ഗുഡ് മൂവിയുടെ ആളാണ്. എനിക്ക് ആക്ഷൻ മൂവീസിനോടൊന്നും വലിയ താല്പര്യമില്ല. പക്ഷെ ഇത് നമുക്ക് ഒരു റിഗ്രറ്റും തരത്തില്ല. തുടക്കം മുതൽ അവസാനം വരെ ഫുൾ റൊമാൻറ്റിഫിക്കേഷൻ ആണ്. അത്രയും നല്ല പടം. കാസ്റ്റിംഗ് ഒക്കെ പക്കയാണ്. അർജുനാണ് നായകൻ, അതുപോലെ പ്രീതി, അഭിരാമി, ഇവരൊക്കെയാണ് വരുന്നത്. ഇതിലൊരു മെയിൻ വില്ലൻ ഉണ്ട് ഗൈസ്. മെയിൻ വില്ലന്റെ തൊട്ട് താഴെയുള്ളൊരു വില്ലൻ. എനിക്ക് ആക്ച്വലി ആ വില്ലനെ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. എന്തൊരു ഓറയാണ് പുള്ളിക്ക്, എന്തൊരു അഭിനയമാണെന്നറിയാമോ. ഞാൻ വേറൊരു ഫിലിമിലും ആ ആക്ടറിനെ കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈം ആ കാണുന്നത്. പക്ഷെ എന്താ അഭിനയം, പുള്ളിക്ക് ഓരോ BGM ഒക്കെ ഇട്ട് കൊടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ ഇത്ര ഹൈപ്പ് എന്നൊക്കെ. പക്ഷെ പുള്ളി ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിനുള്ളതുണ്ട്. എന്തൊരു മൂവിയാണെന്നറിയോ. ഒരു റിഗ്രറ്റും നമുക്ക് തോന്നത്തില്ല കേട്ടോ. തിയേറ്ററിൽ പോയി കണ്ടതിന്റെ ഒരു റിഗ്രറ്റും തോന്നില്ല. ചില മൂവീസ് ഒക്കെ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ നമുക്കൊരു റിഗ്രറ്റ് തോന്നുമല്ലോ, ഒന്നുമില്ല. അത്രയും പക്കപ്പടം, ഒന്നും പറയില്ല. അത്രയും കാസ്റ്റിംഗ് പക്കയാണ്, BGM, ഫിലിം എല്ലാം, സ്റ്റോറി എല്ലാം പക്കയാണ്. നല്ല കിടു പടം. ഒരു എന്താ പറയാ, തിയേറ്റർ വാച്ചാണ്, മസ്റ്റായിട്ടും തിയേറ്റർ വാച്ചാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണ് ആക്ച്വലി. എല്ലാവരും മസ്റ്റായിട്ടും തിയേറ്ററിൽ പോയി തന്നെ കാണുക കേട്ടോ. മിസ് ചെയ്യാൻ പാടില്ല. അത്രയും ഹെവി ആയിട്ടുള്ളൊരു മൂവിയാണ്.